പ്രകൃതിയുടെ ഒരു വികൃതിയാണ് ഞാൻ. പുഴ. മകരമാസത്തിൽ മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന കൗമാരവും ഇടവപ്പാതിയിൽ കരകവിഞ്ഞ് ധിക്കറിയാതെ ഒഴുകുന്ന യൗവനവും, മേടമാസച്ചൂടിൽ വറ്റി വരണ്ടു കിടക്കുന്ന വാർദ്ധക്യവുമുള്ള ഒരു പുഴ. ഞാൻ ഒരു കഥ പറയാം. വിപ്ലവകരമായ ഒരു കല്യാണമായിരുന്നു മീരയുടെയും റോയിയുടെയും. മതത്തിന്റെ പേരിൽ ദൈവങ്ങളെ മതിൽ കെട്ടി വേർതിരിക്കുന്ന സമൂഹത്തിൽ ഒരു ക്രിസ്ത്യാനി അമ്പലവാസി പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപ്ലവം. റോയി വളർന്നു വന്നപ്പോൾ അച്ഛൻ ചൂണ്ടിക്കാണിച്ച ദൈവങ്ങൾ പാർട്ടി ഓഫീസിലെ ചുവരിൽ മാലയിട്ട കുറെ ഫോട്ടോകളായിരുന്നു. അതുകൊണ്ട് വളരെ ലളിതമായി പാർട്ടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു അവരുടെ കല്യാണം. ഒരുപാട് പ്രതീക്ഷകളോടെ, സ്വപ്നങ്ങളോടെ അങ്ങനെ മീര
റോയിയുടെ വധുവായി. ആ ഇടയ്ക്കാണ് അടുത്തുള്ളൊരു കമ്പനിയിലെ മാലിന്യങ്ങൾ എന്നെ വലിയ തോതിൽ മലിനമാക്കാൻ തുടങ്ങിയത് റോയിയും കൂട്ടരും തിരിച്ചറിയുന്നത്. അറിഞ്ഞ പാടെ കമ്പനിക്കെതിരെ കൊടിയും പൊക്കി അവർ സമരരംഗത്തിറങ്ങി. ഗത്യന്തരമില്ലാതെ ഒടുവിൽ കമ്പനിക്ക് റോയിയുടെ നേതൃത്വത്തിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. മാലിന്യത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ കമ്പനി അടച്ചിടാൻ അങ്ങനെ ഉത്തരവായി. പിറ്റേന്ന് രാവിലെ കുളിക്കാനെന്ന് പറഞ്ഞുപോയ റോയിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഒഴുക്കിൽ പെട്ടുപോയെന്ന് കരുതി നാട്ടുകാരും പോലീസും ഏറെ അന്വേഷിച്ചെങ്കിലും റോയിയുടേതെന്ന് പറയാൻ ഒന്നും എന്നിൽ അവശേഷിച്ചിരുന്നില്ല. പക്ഷേ റോയിയെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കമ്പനി പഴയ പോലെ പ്രവർത്തനം ആരംഭിച്ചു. ഗാന്ധിസം നടമാടിയിരുന്ന നാട്ടിൽ ഗാന്ധിജിയുടെ മുദ്രപതിച്ച നോട്ടുകളുടെ ആധിപത്യത്തിനു മുന്നിൽ സമരവീര്യം കമ്പനി കെടുത്തിക്കളഞ്ഞു. കോടതി മുറിയിൽ നീതിദേവതയുടെ കണ്ണുകൾ കെട്ടിവെച്ചിരിക്കുന്നത് മുഖം നോക്കാതെ നിയമം പാലിക്കാനാണെന്നാണ് പറച്ചിൽ. എന്നാൽ പലപ്പോഴും അവിടെ നടക്കുന്നതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയാണെന്നതാവാം പുറത്തു പറയാത്ത സത്യം. എന്നിലൂടെ നഷ്ടമായെന്ന് മീര കരുതുന്ന റോയിയെ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ തിരിച്ചു നൽകുമെന്നാവാം അവളുടെ പ്രതീക്ഷ. ചുറ്റുമതിലിന് പുറത്തേക്ക് എഴുന്നള്ളുന്ന ദൈവങ്ങൾ നാട് ചുറ്റാനിറങ്ങുമ്പോൾ വഴിതെറ്റി മീരയുടെ വീടിന് മുന്നിലേക്കും വരാറുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ തികച്ചും ഒറ്റപ്പെട്ട അവളോടും കുഞ്ഞിനോടും മനുഷ്യർ പറയുന്നത് പോലെ വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞു മടങ്ങാനേ ദൈവത്തിനും കഴിയുന്നുള്ളൂ. റോയിയുടെ ശവശരീരം കണ്ടുകിട്ടാത്തത് കാരണം ഒരു രക്തസാക്ഷി ദിനവും ആ പേരിൽ കുറെ ഇൻക്ലാബ് വിളികളും പാർട്ടിക്കാർക്കും നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ നാടും നാട്ടുകാരും സൗകര്യപൂർവ്വം റോയിയെ മറന്നു. പക്ഷേ അവൻ ജന്മം നൽകിയ കുഞ്ഞും എന്നെങ്കിലും ഒരിക്കൽ അയാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ അവന്റെ പെണ്ണും മോഹിച്ച് പ്രണയിച്ച് റോയിയുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തൻ്റെ അച്ഛനെ അന്വേഷിക്കുമ്പോൾ അവൻ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ